അപ്പോൾ ഞങ്ങൾ സൺറൈസ് കാണാനായിട്ട് ആ മൗണ്ടൈൻ്റെ മുകളിലാണ് പോയത്. അപ്പം ആ സമയത്ത് എൻ്റെ മൊത്തം മഞ്ഞും കോടയായിരുന്നു. സൈഡിലും സപ്പോർട്ടില്ല. ഹലോ ഹലോ എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ എവിടെയാണ്? ഞങ്ങൾ ഇപ്പൊ മൂന്നാറിലാണ്. ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസമാണ് മൂന്നാറിൽ. 2 ദിവസം ഞങ്ങൾ മൂന്നാറിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇരവികുളം നാഷണൽ പാർക്ക് പോയി, പിന്നെ കുറച്ച് സൈറ്റ് സീയിങ് കാണാൻ പോയി. അപ്പൊ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ചാനലിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ മൂന്നാറിൽ വരാൻ പ്ലാൻ ചെയ്യാണ്, മൂന്നാറിന്റെ ഡീറ്റെയിൽസ് വേണം, അപ്പൊ ചാനലിൽ പോയി നോക്കുക, ഈ വീഡിയോ എല്ലാം കിട്ടും. അപ്പോൾ ഇന്നത്തെ പ്ലാനാണ്, ഞങ്ങൾ ഓൾമോസ്റ്റ് 6 പിക്നിക് സ്പോട്ട് ചൂസ് ചെയ്തു. ആ പിക്നിക് സ്പോട്ട് കവർ ചെയ്യാനായിട്ട് സമയം രാവിലെ 5:30 ഞങ്ങളൊരു ജീപ്പ് ഹയർ ചെയ്തു. ആ ജീപ്പ് താഴെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ജീപ്പിലാണ് ഞങ്ങൾ പോകുന്നത് ഈ സ്പോട്ട് കവർ ചെയ്യാനായിട്ട്. അതെന്താ, ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്, പൊന്മുടി ഡാം ഉണ്ട്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം പോയി കാണാം. എല്ലാവരും പോര് അവർ ഡെയിലി ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പൊ ഇതാണ് ഞങ്ങൾ വന്ന ജീപ്പ്. അപ്പൊ എല്ലാ ജീപ്പും ഇവിടെ വന്നാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. അവിടെ ഒരു വ്യൂ പോയിന്റ് ആണ്, പിന്നെ അതുപോലെ തന്നെ ഇവിടെയും വ്യൂ പോയിന്റ് ആണ്. ഇത് സൺസെറ്റ് വ്യൂ പോയിന്റ് ആണ്, ആ സൈഡിൽ സൺറൈസും. അങ്ങനെ ഞങ്ങൾ ഓഫ് റോഡ് ചെയ്ത് ഫസ്റ്റ് സ്പോട്ടിലെത്തി. ഈ സ്ഥലത്തിന്റെ പേരാണ് നാടുകാണിപ്പാറ. ആക്ച്വലി ഇവിടെ സൺറൈസും സൺസെറ്റും ഫേമസ് ആണ്. അപ്പൊ അത് കാണാൻ ഞങ്ങൾ വന്ന് നിൽക്കുകയാണ്. ബട്ട് ഇന്ന് മൊത്തം ക്ലൗഡിയാണ്, കാണാൻ പറ്റുമോ നോക്കാം. ആൻഡ് ഓൾറെഡി ഇവിടെ എല്ലാവരും വന്ന് നിന്നു. चारों तरफ फॉग ही फॉग है, इसलिए आज हम लोगों को सनराइज देखने के लिए नहीं मिलेगा. മൊത്തം കോടയിൽ മറിഞ്ഞിരിക്കുകയാണ് ഗൈസ്. സമയം ഇപ്പം 6:30 സൺറൈസ് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം 2 പേരും വെയിറ്റ് ചെയ്യാണ് ഇവിടെ. धीरे धीरे क्लाउड्स क्लियर हो रहा है और नीचे जा रहा है. व्यू कितना सुंदर दिख रहा है. यहाँ पे बहुत ठंडी है, इसलिए पूरा स्वेटर टोपी सब कुछ लगा के आए हैं. രാവിലെ കുറച്ച് മഞ്ഞാണ് ഗൈസ്. അപ്പം നിങ്ങൾ വരുമ്പോഴത്തേക്കും സ്വെറ്ററും ക്യാപ്പൊന്നും എടുക്കാൻ മറക്കണ്ട. അതേ അഞ്ജലി കണ്ടില്ലേ മൊത്തം പാക്കായിട്ട് നിൽക്കണേ. അപ്പം ഇതാണ് ലിൻസ്. ഞങ്ങൾ ലിൻസിൻ്റെ കൂടെയാണ് ആക്ച്വലി മൂന്നാർ കറങ്ങാനായിട്ട് വന്നത്. അപ്പം ഇപ്പം ലിൻസ് എന്താ പറയുക, ഇവിടെ ഒരു ജീപ്പ് അസോസിയേഷൻ ഉണ്ടല്ലേ, ജീപ്പ് അസോസിയേഷൻ്റെ ജീപ്പ് സഫാരിയുടെ ഒരു മെമ്പറാണ് ആക്ച്വലി. അപ്പം ലിൻസിന് എല്ലായിടത്തും കൊണ്ടുപോകാനുള്ള ലൈസൻസ് ഉണ്ട് അങ്ങനെ. അപ്പോൾ ലിൻസിൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മൂന്നാർ വരാൻ പ്ലാൻ ചെയ്യാണ്, ഈ സ്ഥലങ്ങളൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ലിൻസിനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ജീപ്പിൽ കയറാം അടുത്ത സ്പോട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അടുത്ത സ്പോട്ടിലെത്തി. ഇതിൻ്റെ പേരാണ് എക്കോ പോയിന്റ്. പോയി നോക്കാം. അപ്പോൾ ഇത് എക്കോ പോയിന്റ് ആണ്, നമുക്ക് എക്കോ ഉണ്ടോ ടെസ്റ്റ് ചെയ്യാം. ഹലോ ഹലോ और वॉइस चाहिए और एक बार. हेलो. चेन्नई एक्सप्रेस का वन ऑफ द फेमस शूट यहाँ पे हुआ था. वो जीप से पानी पे जाता है ना, वो वाला. ഒരു അടിപൊളി സ്പോട്ടാണ് ഗൈസ് ഇത്, എക്കോ പോയിന്റ് സ്പോട്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഉറപ്പായിട്ടും വരിക. അപ്പോൾ ഞങ്ങളൊരു 10-15 മിനിറ്റ്സ് ഇവിടെ പീസ്ഫുൾ ആയിട്ട് സ്പെൻഡ് ചെയ്തു. ഒത്തിരി ഫോട്ടോസ് എടുത്തു, എല്ലാ ഫോട്ടോസും ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അപ്പോൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാം. അടുത്ത സ്പോട്ടാണ് പൊന്മുടി ഡാം. അപ്പോൾ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ആയിട്ടാണ് ഡാം വരുന്നത്. ഒരു 10 കിലോമീറ്റേഴ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് റോഡ് വൈസ് പോവാം. അപ്പോൾ പോവാം. പൊന്മുടി ഡാം എത്തി.
അപ്പോൾ ഞങ്ങൾ തേർഡ് സ്പോട്ടിലെത്തി. ഇതാണ് പൊന്മുടി ഡാം വ്യൂ പോയിന്റ്. ആ കാണുന്നതാണ് പൊന്മുടി ഡാം. അപ്പോൾ നിങ്ങൾക്കറിയാം ഓർഡിനറിയിലെ ക്ലൈമാക്സ് ആസിഫ് അലി ഒരു പാലത്തിൽ നിന്ന് ചാടുന്നില്ലേ, അതിവിടെയാണ് ഷൂട്ട് ചെയ്തത്. കൈസേപ്പാ പൊന്മുടി ഡാം കാ വ്യൂ? वाह क्या व्यू पॉइंट है, किडू अति सुंदर, टू गुड. जितना भी जगह जा रहे हैं ऐसा लगता है कि जब भी वो जगह पहुंचते हैं ऐसा लगता है कि ये जगह से ब्यूटीफुल और कोई जगह हो ही नहीं सकता. लेकिन नेक्स्ट जगह जाते हैं तो वो उससे और भी ज्यादा सुंदर दिखता है. इधर देखिए, इधर पूरा पानी है और इधर से पूरा वैली है और पीछे वो माउंटेन. बैठ के देखते ही रहेंगे. ബ്രിട്ടീഷുകാർ ഈ പാലം ഉണ്ടാക്കാൻ നേരത്തെ മെറ്റീരിയൽസ് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിച്ചൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണത്. അപ്പോൾ ആ മലയിൽ നിന്ന് ഈ മലയിലേക്ക് മെറ്റീരിയൽസ് കൊണ്ടുപോകാനായിട്ട് അവരുണ്ടാക്കിയ ബ്രിഡ്ജാണ് ആ ഹാങ്ങിങ് ബ്രിഡ്ജ്. അപ്പം അത്രയും പഴക്കമുള്ളതാണത്. അതുവഴി കോട പോണ കണ്ടോ. അപ്പം ഞങ്ങൾ സൺറൈസ് കാണാനായിട്ട് ആ മൗണ്ടെയിൻ്റെ മുകളിലാണ് പോയത്. അപ്പം ആ സമയത്ത് എന്താ മൊത്തം മഞ്ഞും കോടയായിരുന്നു. അപ്പോൾ ഡാം ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പോഴാണ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇപ്പോഴും കോട കാണാൻ നിങ്ങൾക്ക് ഇവിടെ. അപ്പോൾ നിങ്ങൾ മൂന്നാർ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഡാം എക്സ്പ്ലോർ ചെയ്യുക, പൊന്മുടി ഡാം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ 4th സ്പോട്ടിലെത്തി. ഇതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ്. ഞാൻ മുമ്പ് ഡാമിൻ്റെ അവിടെ വെച്ച് പറഞ്ഞില്ലേ, ആ സെയിം ഹാങ്ങിങ് ബ്രിഡ്ജാണിത്. അപ്പോൾ അതിൻ്റെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബ്രിഡ്ജ് ഹാങ് ചെയ്തത് പിന്നെ അടിയിലും സപ്പോർട്ടില്ല, സൈഡിലും സപ്പോർട്ടില്ല. രണ്ടും അപ്പോൾ ഞങ്ങൾ അടുത്ത സ്പോട്ടിലെത്തി. അതാണ് റിപ്പിൾ വാട്ടർഫാൾസ്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് സിപ്പ് ലൈനും ഉണ്ട്. ഇവിടെ ഫോട്ടോഷൂട്ടിനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ട് ചെയ്യാം, സിപ്പ് ലൈൻ ചെയ്യാം, പിന്നെ റിപ്പിൾ വാട്ടർഫാൾസ് കാണാനായിട്ടും പോവാം. അഞ്ജലി, റിപ്പിൾ വാട്ടർഫാൾസ് കാണാൻ പോവാണോ? അപ്പോൾ നിങ്ങൾ റിപ്പിൾ വാട്ടർഫാൾസ് വന്നാൽ ഇവിടെ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 25 രൂപയാണ്, രണ്ടാൾക്ക് 50 രൂപ. അപ്പോൾ ഇതാണ് റിപ്പിൾ വാട്ടർഫാൾസ്. ഇതും വൺ ഓഫ് ദ അട്രാക്ഷൻ ആണ് മൂന്നാറിൽ. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഞാൻ കാണിച്ച ഫോട്ടോഷൂട്ടിനുള്ള ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഫിഷ് സ്പാക്കുള്ള ഓപ്ഷൻ ഉണ്ട്, സിപ്പ് ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പിന്നെ എന്താ പറയുക കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് അങ്ങനെയെല്ലാം ചേർന്ന് ഒരു സ്ഥലമാണിത്. റിപ്പിൾ വാട്ടർഫാൾ വരെ പോകാനായിട്ട് പ്രോപ്പറായിട്ട് സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്കും ഈസി ആയിട്ട് വാട്ടർഫാൾ കാണാനായിട്ട് പോകാം. ഒരു എന്താ പറയുക മെയിൻ റോഡിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ ദൂരം ഇതുപോലുള്ള വഴിയിലൂടെ നടക്കണം. അപ്പൊ ഇതാണ് ഗൈസ് റിപ്പിൾ വാട്ടർഫാൾ. അപ്പോൾ ഇവിടെ നിന്നാണ് കഥകളിയുടെയും കളരിപ്പയറ്റിൻ്റെയും ടിക്കറ്റ് എടുക്കേണ്ടത്. അത് കഴിഞ്ഞ് ഇവിടെയാണ് ഷോ. ടിക്കറ്റിന് എന്താ ഒരു ടിക്കറ്റിന് 300 രൂപയാണ്. കഥകളിയിൽ ഏത് കഥയാണ് നമ്മൾ കാണിക്കുന്നത്? നരകാസുരവധം. ഓക്കെ, ശരി ശരി. ഞാൻ കൃഷ്ണനാട്ടം ആക്ച്വലി ഗുരുവായൂർ ഒരിക്കൽ അർച്ചനയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അമ്പലത്തിനകത്ത്. ഓക്കെ, ശരി 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 ശരി. ഇത് ശരിക്കും ക്ലാസിക്കലാണ്. ഓക്കെ ഓക്കെ, ഗീതാഗോവിന്ദത്തിനെ ആസ്പദമാക്കി. കറക്റ്റ്, അതെ അതെ അതെ. കഥകളി, രാമായണം, മഹാഭാരതം, പിന്നെ ഇതിന്റെ സാഹിത്യം എന്ന് പറഞ്ഞാൽ മണിപ്രവാള സാഹിത്യം. കറക്റ്റ് കറക്റ്റ്. അത് കംപ്ലീറ്റ് സംസ്കൃതമാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യേണ്ടി വരും ആക്ച്വലി. ഇത്
തന്നെ ചെയ്യാനേ പറ്റുള്ളൂ. കെമിക്കൽ ഉണ്ടെങ്കിൽ മുഖം കറക്റ്റ് പ്രശ്നമാവും. എവിടെ സ്ഥലം എവിടെ? ഞാൻ ട്രിവാൻഡ്രത്താണ്. കൊണ്ടത്തുള്ള പൗടിക്കോണമെന്ന് പറയും. ഞാൻ അവിടെയൊക്കെ പ്രോഗ്രാം വന്നിട്ടുണ്ട്. ഓ ആണോ? എന്റെ വീട് അഞ്ചലാണ്. അഞ്ചൽ. ഓ ശരി. ഞാൻ ഇവിടെ പഠിച്ചത് എറണാകുളത്തെ പഠിച്ചത്. അതിനുശേഷം ഇപ്പൊ ബാംഗ്ലൂരിലെ. അച്ഛൻ അറിയായിരിക്കും ചിലപ്പോൾ. ആക്ച്വലി അച്ഛൻ പോകാറുണ്ട് കഥകളിക്ക്. പൗടിക്കോളത്തൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ആണോ? ഈ മൊത്തം ഡ്രസ്സിന് എത്ര വെയിറ്റ് ഉണ്ടാവും? ഇത് ടോട്ടൽ ഒരു 40 കിലോ വരും. 40 കിലോ വരും. അതായത് നമ്മുടെ ഇത് മെറ്റീരിയലാണ്, ഇതെല്ലാം വുഡാണ്. ഓ ശരി. കിരീടം ആ കംപ്ലീറ്റ് മരം കൊണ്ടുണ്ടാക്കിയതാണ്. ഓ ഓക്കെ. ഇതിനൊരു 20 കിലോ വെയിറ്റ്. ഓ ഒരു സൈഡിൽ മാത്രം? ആ വേഷം. ഓ ആ വേഷത്തിന് ആക്ച്വലി. ഇത് പണ്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടൺ തുണിയില്ല, അത് നമ്മൾ മൈദ മുക്കി ഉണക്കി എടുത്തിട്ട് ചെയ്യുമായിരുന്നു. ഇതിനേക്കാളും വെയിറ്റ് കൂടും. ഓ ഓക്കെ. അപ്പം എളുപ്പത്തിന് വേണ്ടി പ്ലാസ്റ്റിക് ചാക്കാക്കി എല്ലാ സ്ഥലത്തും Kathakali is the classical dance drama of Kerala, originated in the first half of the 17th century. In Kathakali, movements are very important. They are eye movement, eyebrow movement, facial muscles, neck and body movements. So please watch all of you the first stage movement.
രാവിലെ 5:30 തിരിച്ചതാണ് ഗൈസ്. ആക്ച്വലി മൂന്നാറിന്റെ 5 ഫേമസ് സ്പോട്ട് ഞങ്ങൾ ഇപ്പോൾ രാവിലെ കവർ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 5 ഫേമസ് സ്പോട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും കാര്യങ്ങളുണ്ട് മൂന്നാറിൽ കാണാനായിട്ട്. ഗ്യാപ്പ് റോഡിൽ വണ്ടി ഓടിച്ച് പോകാം. അതെല്ലാമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ട സ്ഥിതിക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. Bye bye.